എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരുപാട് വീഡിയോ കാര്യങ്ങൾ വിസേനെക്കുറിച്ചും റഷ്യയിൽ നടക്കുന്ന വിസ തട്ടിപ്പുകളെക്കുറിച്ചും ഒരുപാട് വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് കാര്യങ്ങൾ അയക്കിയെടുക്കുകയും ചെയ്തു. റിപ്ലൈ തരാൻ പറ്റാത്തത് ജോലി തിരക്ക് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമായിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റഷ്യയിൽ ഏതൊക്കെ ടൈപ്പ് വിസ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. അതെന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ഇ വിസേനെ കുറിച്ചാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇ വിസ. ഇതിപ്പോൾ റഷ്യനിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കി മുന്നോട്ടുള്ള ഇതുപോലെ തന്നെ വിസ കാര്യങ്ങൾ ഞാനിതുപോലെ റഷ്യനിലും ഇംഗ്ലീഷിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കിയിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നിങ്ങളാരെങ്കിലും നിങ്ങൾക്കാരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് വിസയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇ വിസ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വിസയാണ്. ഇലക്ട്രോണിക് വിസ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. റഷ്യയുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ വിസ കിട്ടും. ഈ വിസയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 രൂപ നമ്മുടെ നാട്ടിലേ ആകത്തുള്ളൂ. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച നമുക്ക് റഷ്യ വന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 2 ആഴ്ച നമുക്ക് ധാരാളമാണ് ജസ്റ്റ് റഷ്യയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടി. ഇനി അതല്ല അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ടൂറിസ്റ്റ് വിസ. അതായത് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന വിസയാണിത്. ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം 10 ടു 15 ദിവസം മാത്രമേ അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ വിസ കാര്യങ്ങൾ കിട്ടും. ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങളൊരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. ഒരു എനിക്കറിയത്തില്ല അവരുടെ കോസ്റ്റ് പലവർക്കും പല റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്കുള്ളിൽ എന്തായാലും നിൽക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല. അത് ഡിപ്പെൻഡഡ് ഓൺ എന്താ പറയുക ട്രാവൽ ഏജൻസി. മനസ്സിലായോ? 3 മാസമുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള സമയത്താണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വിസ ഇതെടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അതല്ലാതെ നിങ്ങൾക്കാരെങ്കിലും ഈ വിസ തന്നിട്ട് ഇത് എന്താ പറയുക നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതെങ്കിൽ ഈ വിസകളിൽ കയറി വരാതിരിക്കുക. ഞാനതാണ് നിങ്ങൾക്കത് കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് ഇതെന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ട് തരുന്നത്. കാരണം ഈ വിസയൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ ടൂർ പർപ്പസിനുള്ളതാണ്. ഈ വിസ എന്ന് പറയുന്ന 15 ദിവസത്തേക്കുള്ളതും അതുപോലെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന ഈ ടൂറിസ്റ്റ് വിസ. ഈ വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസയാണ്. ഇതും ടൂറിസ്റ്റ് വിസയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പർപ്പസൊക്കെ ഇതൊക്കെയാണ്. ഈ വിസയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാരെ ഈ വിസയിലേക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ഓരോ വിസകളും കാറ്റഗറി തിരിച്ചിട്ട് റഷ്യയിൽ കിട്ടുന്ന വിസ ഏതൊക്കെയാണ്, അതിന് എത്ര രൂപയാകുന്നുണ്ട്, അത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ആ വിസയിലൊക്കെ വന്നു കഴിഞ്ഞാലെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഈ വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വരിക, റഷ്യ കറങ്ങിയിട്ട് പോകാമെന്നുള്ളതല്ലാതെ ഈ വിസയിൽ ഇവിടെ ഒന്ന് വിസ മാറി കയറാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രാവൽ ഏജൻസിക്കാരും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഏജൻറ്റുമാരും കാര്യങ്ങളും പെട്ടെന്ന് ഇതുപോലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ വിസ കാര്യങ്ങൾ കൊടുത്ത് 4-5 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇല്ലീഗലായിട്ട് കൊണ്ട് പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ വിസകളെല്ലാം വേർതിരിച്ച് അതിൻ്റെ റഷ്യൻ ഇതും അതുപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് വിസ ഇതുപോലെ ഏജൻസിക്കാരെങ്കിലും ഇപ്പോൾ ആരും തരണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ നോക്കിയിട്ട് അതിനകത്ത് റഷ്യനിൽ എഴുതിയിരിക്കുന്ന സംഭവം ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ ഇംഗ്ലീഷും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് കാറ്റഗറിപ്പെട്ട വിസയാണെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് ഈ തട്ടിപ്പിൽ നിന്നും ഒഴിവായിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ടൂർ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കുറഞ്ഞ ടൈം മതിയെങ്കിൽ ഈ വിസയിൽ കയറി വരിക. അതുമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം റഷ്യയിൽ അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 മാസത്തെ വിസയിൽ വരിക. റഷ്യ നല്ലൊരു കൺട്രിയാണ്. നമുക്ക് തീർച്ചയായിട്ടും വരാം. ടെൻഷനോ അങ്ങനെ പേടിയോ റേസിസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കാർഡ് കാര്യങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല. കഴിവതും നിങ്ങൾ ഡോളർ നിങ്ങളുടെ കയ്യിലാക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇതുവരെയായിട്ടും കാർഡ് കാര്യങ്ങളൊന്നും നമ്മുടെ പുറത്തുള്ള മാസ്റ്റർ കാർഡോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇപ്പോൾ എടുക്കുന്നില്ല. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്യാഷ് കാര്യങ്ങൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രൈവറ്റ് വിസേനെ കുറിച്ചിട്ടാണ്. ആ വിസേൻ്റെ ഡീറ്റെയിൽസോ ഫോട്ടോസോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വിസകളിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള വിസയാണ് ഈ പ്രൈവറ്റ് വിസ എന്ന് പറയുന്നത്. 1000 റൂബിൾസ് മാത്രമേ ഉള്ളൂ ഇതിനാകെ ചിലവ് വരുന്നത്. അത് ഒരു റഷ്യൻ സിറ്റിസണായിട്ടുള്ള ഒരാൾക്ക് ആ വിസ നമുക്ക് എടുത്തു തരാമെന്നുള്ളതേ ഉള്ളൂ. ഈ റഷ്യക്കാരെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് രാജ്യങ്ങളിൽ ടൂർ പോകുന്ന ആൾക്കാരാണ്. അപ്പം പല രാജ്യങ്ങളിലും ഇവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ആ നാട്ടിൽ ചെല്ലുകയും ആ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അവരുടെ വീടുകളിലൊക്കെ ആയിരിക്കാം താമസിക്കുന്നത്. വാട്ടെവർ എന്തെങ്കിലും ആയിക്കോട്ടെ.
അപ്പം അങ്ങനെ നല്ലൊരു ബന്ധത്തിൽ പെട്ട് കഴിയുമ്പോഴത്തേക്കിന് ആ നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന വിസയാണ് ഈ പറഞ്ഞിട്ട് പ്രൈവറ്റ് വിസ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഓരോ വിസയ്ക്കും ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലുള്ള വിസകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവശ്യത്തിനാണ് നമ്മളിവിടെ വന്നതെന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആ വിസയുടെ ഇതുപോലാണ് ഇരിക്കുന്നത്. ഈ പ്രൈവറ്റ് വിസ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിസ മാറി കയറാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങളെ ഒരു ഗസ്റ്റായിട്ട് അവർ ഇൻവിറ്റേഷൻ ചെയ്ത് നമ്മുടെ അവരുടെ നാട്ടിലോട്ട് വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്ന് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ 3 മാസമാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കാലാവധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുകയും 3 മാസം ഇവിടെ നിൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. 3 മാസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. അപ്പം ആ വിസയാണ് ഈ പ്രൈവറ്റ് വിസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് വിസയെ കുറിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ബിസിനസ് വിസ എന്ന് പറയുന്നത്. ജിളവായ വിസ. ഇപ്പോൾ എഴുതി കാണിച്ചില്ലേ ബിസിനസ് വിസ. ഇതാണ് ബിസിനസ് വിസ. ഇത് നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ നാട്ടിലുള്ള ഏജൻസിക്കാർ കാശടിക്കാൻ വേണ്ടിയിട്ട് ഈ വിസയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കുന്നത്. ഈ വിസ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ അന്യരാജ്യത്തുള്ള ആൾക്കാർ റഷ്യയിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ വിസയിൽ മാത്രം വന്നിട്ടേ അവർക്ക് പ്രയോജനമുള്ളൂ. കാരണം ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ബിസിനസ് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ നമ്മൾ പല എഗ്രിമെൻറ്റ് കാര്യങ്ങൾ വെക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ടൂറിസ്റ്റ് വിസ എന്ന് കിടക്കുമ്പോഴത്തേക്കിന് ആ വിസയിൽ ബിസിനസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും നിയമവശം വരുമ്പോഴത്തേക്കിന് അത് നിയമത്തിന് തടസ്സമായിട്ട് വരും. അതുകൊണ്ടാണ് ഓരോന്നും ഓരോ കാറ്റഗറി തിരിച്ചിട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. ടൂറിസം, അതുപോലെ തന്നെ സ്റ്റഡി വിസ, ബിസിനസ് വിസ, വർക്കിംഗ് വിസ, അതുപോലെ തന്നെ പ്രൈവറ്റ് വിസ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വരുന്നത്, പഠിക്കാനാണെങ്കിൽ ആ വിസയിൽ കയറി വരിക, ജോലി ചെയ്യാനാണെങ്കിൽ ഈ വിസയിൽ കയറി വരിക, ടൂർ വരുവാണെങ്കിൽ ഈ വിസയിൽ വരിക, ബിസിനസ് ചെയ്യാനായിട്ടാണെങ്കിൽ ബിസിനസ് വിസയിൽ വരിക. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ വ്യക്തമാക്കിയിട്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത്രയും വ്യക്തമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ ആരും പറ്റിക്കരുത്. വർക്കിംഗ് വിസ ആണെങ്കിൽ അതിനകത്ത് വർക്കിംഗ് വിസ എന്ന് എഴുതിയിട്ടുണ്ട്. റബോച്ചെ വിസ എന്നും പറഞ്ഞുകൊണ്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. കാരണം ഈ വിസ വന്നു കഴിഞ്ഞാൽ മാത്രമേ, ഈ ബിസിനസ് വിസ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ വിസയും ഡോക്യുമെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നു. അത് കണ്ടിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് നീങ്ങത്തുള്ളൂ. ഇത് 3 മാസത്തെ കൊടുക്കുന്നുണ്ട്, 6 മാസത്തെ കൊടുക്കുന്നുണ്ട്, 1 കൊല്ലത്തെ കൊടുക്കുന്നുണ്ട്. ഈ വിസയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പറ്റിക്കുന്നുണ്ട് 4, 5 ലക്ഷം രൂപ മേടിച്ചിട്ട്. ഈ വിസയിൽ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് ഇല്ലീഗൽസായിട്ടാണ്. ഒരു കാര്യവുമില്ല. ഇവിടെ ഒന്ന് വിസ ചേഞ്ച് ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. നിങ്ങൾ വന്നേക്കുന്നത് നിങ്ങളുടെ വിസ ബിസിനസ് പർപ്പസിനുള്ളതാണ്. നിങ്ങളെ ഇവിടുന്ന് പിടിച്ച് എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളിവിടെ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടുന്ന് പിടിച്ച് നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് ചിലപ്പോൾ ഒരു സീലടിക്കാം, ഡീപ്പോർട്ട് ചെയ്ത് കയറ്റി വിടാം. അതെന്താണെന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. അപ്പം ഈ വിസയിൽ നിങ്ങൾ കയറി വരാതിരിക്കുക. ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഈ ബിസിനസ് വിസയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് കയറി വരാൻ പറ്റുന്നതാണ്. അതായത് അപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് റഷ്യനിൽ എഴുതിയിട്ടേക്കുന്നത് ഉച്ചോവ വിസ. അതാണ് ഇപ്പുറത്ത് നമ്മൾ കാണിച്ചേക്കുന്നത് സ്റ്റഡി സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടേക്കുന്നത്. ഈ വിസ ഈ പറഞ്ഞിട്ട് നമ്മൾ കോളേജിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ കൊടുത്തു, അല്ലെ നമുക്ക് ഏജൻറ്റുമാരുണ്ടെങ്കിൽ അവർ ഈ ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തു, ട്രാവൽ ഏജൻസി ആൾക്കാർ. എന്നിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു തരും. 3 മാസത്തെ വിസയാണ് നമുക്ക് അയച്ചു തരുന്നത്. ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്കും അതുപോലെ തന്നെ വർക്കിംഗ് വിസയ്ക്കും 3 മാസത്തെ വിസയാണ് അയച്ചു തരിക. മനസ്സിലായോ? ആ 3 മാസത്തെ വിസ നിങ്ങൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ വിസ 1 കൊല്ലത്തേക്കുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് അവർ തരുന്നത് റഷ്യയിൽ വന്നതിന് ശേഷം. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാജുവേഷൻ കോഴ്സിന് നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് PR എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ വന്നു നമ്മൾ ഈ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിച്ചു. നമുക്ക് ഇവിടെ PRന് അപ്ലൈ ചെയ്യാനും എടുക്കാനും വേണ്ടി പറ്റും. പിന്നെ റഷ്യ ഭയങ്കര ചീപ്പായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ചീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ MBBSഉം മറ്റു പല കോഴ്സുകൾ കാര്യങ്ങളും ഗ്രാജുവേഷൻ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റഷ്യയിൽ റഷ്യൻ ലാംഗ്വേജ് കോഴ്സ് 1 കൊല്ലത്തെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലെ വിസ തട്ടിപ്പ് നടത്തുന്ന വേറെ കുറേ ബിരുദന്മാരുണ്ട്. അതായത് 1 കൊല്ലത്തെ ഈ ലാംഗ്വേജ് കോഴ്സിൻ്റെ വിസ, അതും ഈ പറഞ്ഞിട്ട് 3 മാസത്തെ വിസയാണ് കൊടുക്കുന്നത്. ബാക്കി ഇവിടെ വന്നിട്ട് അവരുടെ 7 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 10 മാസം അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരെ അവർക്കറിയത്തില്ല ഇത് എന്ത് വിസയാന്നുള്ള കാര്യം. അല്ലെ വിസ പറഞ്ഞിട്ട് തന്നെ സ്റ്റഡി വിസയാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വിസ മാറാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്രാജുവേഷൻ കോഴ്സിന് വരുന്നവർക്ക് മാത്രമേ
വിസ അല്ലെ PR-ലോട്ടോ അല്ലെ സിറ്റിസൺഷിപ്പിലോട്ടോ മാറാൻ വേണ്ടി വരത്തുള്ളൂ. നിങ്ങളെപ്പോലെ ഈ 1 കൊല്ലത്തെ വിസയിൽ വരുന്ന അല്ലെ ലാംഗ്വേജ് കോഴ്സിന് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും മാറി കയറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വിസ മാറാനും പറ്റില്ല, ഇവിടുത്തെ PR എടുക്കാനും പറ്റത്തില്ല, ഒരു കാര്യങ്ങളും പറ്റുന്നില്ല. അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിലും ബിസിനസ് വിസയിലും ഈ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോലും വിസ കാര്യങ്ങൾ മാറാനോ അല്ലെ സിറ്റിസൺഷിപ്പ് എടുക്കാനോ PR എടുക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഒരുപാട് നമ്മുടെ നാട്ടിലെ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഇവിടെയുള്ള ഏജന്റുമാരും നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വേർതിരിച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വിസ ഞാൻ ഈ കാണിച്ച കാറ്റഗറിയിൽ ഏത് കാറ്റഗറി പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ വിസയ്ക്കും ഓരോ കാറ്റഗറി ഉണ്ട്. ആ വക കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പറ്റിക്കുന്നുണ്ട്. അതിനും 4-5 ലക്ഷം രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസയാണ് ഈ ലാംഗ്വേജ് കോഴ്സിനുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറിന് 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ, ഫീസ് വരുന്നുള്ളൂ. അതങ്ങാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അതായത് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു കോളേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാർ. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ പിള്ളേരുടെയൊക്കെ പറയുന്നത് ഇവിടെ വന്നിട്ട് വിസ മാറ്റി കൊടുക്കാം, നിങ്ങൾക്ക് വർക്കിങ്ങിലോട്ട് മാറാൻ വേണ്ടി പറ്റും. അതെ, സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ വിസയിൽ ഈ ലാംഗ്വേജ് കോഴ്സ് വിസ വരുന്ന ആൾക്കാരെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഗവൺമെൻറ് പിടിച്ച് കയറ്റി വിടുന്നുണ്ട്. കാരണം ഇത് സ്കാം നടക്കുന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ഇവിടെ എന്താ പറയുക, നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നിൽക്കുന്ന, ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് നിൽക്കുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കൊരു അവറുണ്ട്, 7 മണിക്കൂറോ 6 മണിക്കൂറോ ആയിട്ടാണ്. അതിൽ കൂടുതൽ അവർക്കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ആ സ്ഥാപനത്തിനും പ്രശ്നം. അത് യൂറോപ്പിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും എല്ലായിടത്തും ഒരേ രീതിയാണ്. ഈ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലിമിറ്റ് ഉണ്ട്. ആ ടൈം അത്രയും പീരീഡ് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഈ വിസകളിലും ഞാൻ പറഞ്ഞ ഈ സ്റ്റുഡൻറ്റ് വിസയിലും ഈ പറഞ്ഞതിൻ്റെ ലാംഗ്വേജ് വിസയിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിനും 5-6 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. ഒരു അനന്തു എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഇവിടെ, ഭയങ്കരമായിട്ട് തട്ടിപ്പ് നടത്തി. ഞാൻ അവനെക്കുറിച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നു, പിന്നെ ഞാനതങ്ങ് ഒഴിവാക്കി വിട്ടു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സംസാരിക്കാൻ പോകുന്നതാണ് ഹൈലൈറ്റ് സാധനം. കുറേ കാലം നമ്മൾ പറഞ്ഞ് ഹൈലൈറ്റ് ആക്കിയിരുന്ന ഓപ്പൺ വിസ, 3 കൊല്ലത്തെ ഓപ്പൺ വിസ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലം ഇവന്മാരിവിടെ വിസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന വിസയാണ്. ഇപ്പോൾ അത് ഗവൺമെൻറ് കൊടുക്കുന്നില്ല ആ വിസ. 3 കൊല്ലത്തെ വിസ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഹൈലി ഭയങ്കര ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ റഷ്യയിൽ എന്താ പറയുക, അങ്ങനെ ഒരാളെ ഒരു കമ്പനിയിൽ അങ്ങനെ ഒരാളെ കിട്ടാനില്ലെങ്കിൽ, ഇന്ന ജോലിക്ക് കിട്ടാനായിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു വിസയാണ് ഈ 3 കൊല്ലത്തെ ഒരു ഓപ്പൺ വിസ എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 കൊല്ലമാണ് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. അവർക്കും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ നാട്ടിലെ PR എടുക്കാനും സിറ്റിസൺഷിപ്പിലോട്ട് മാറാനും എടുക്കാനും ഒക്കെ ആയിട്ട് പറ്റിയെടുക്കുകയും ചെയ്യും. കുറേ ആൾക്കാരെ പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ വിസ തട്ടിപ്പ് നടത്താൻ വേണ്ടി 3 കൊല്ലത്തെ വിസയിൽ ഒരുപാട് ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് കുറേ ആൾക്കാരെ കൊണ്ട് പെടുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പറയുന്നത് വിസ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് വർക്കിംഗ് വിസയാണ്. അതെ, അതിനകത്ത് വർക്കിംഗ് വിസ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ വർക്കിംഗ് വിസ, ആ വിസ എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫിക്കേഷൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന വിസയാണ്. ഞാനതിൻ്റെ ഒരു പഴയ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേട്ടൻ സംസാരിക്കുന്നതിൻ്റെ വോയിസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് ഞാനത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഈ 3 കൊല്ലത്തെ ഈ വിസയിലാണ്. 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ ചേട്ടൻ, ആ കമ്പനി വീണ്ടും അടുത്ത 3 കൊല്ലത്തേക്കിനുള്ള വിസ കാര്യങ്ങൾ അടിച്ചു കൊടുക്കും. നാട്ടിൽ പോകേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് പാവങ്ങളെ ഈ വെയർ ഹൗസിൽ കൊണ്ട് പെടുത്തിയിട്ടുണ്ട് ഈ 3 കൊല്ലത്തെ വിസയിൽ. ഇവർക്കാർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ വിസ കാര്യങ്ങൾ എന്താ പറയുക, മുന്നോട്ടേക്ക് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവർക്ക് പറ്റത്തില്ല. കാരണം അവർ ഇല്ലീഗൽസ് ആയിട്ട്, അതായത് വേറൊരു കമ്പനിയുടെ ഇതെടുത്തു ഡോക്യുമെൻ്റ് ആ സ്ഥാപനത്തിലോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ എടുത്തു. ഏറ്റവും അവസാനം അവരെ കൊണ്ടുപെടുത്തുന്ന വേറൊരു സ്ഥലത്തേക്കാണ്. എന്നിട്ട് ഇവർ വിസ കാര്യങ്ങൾ ഇവന്മാർ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ അത് ഗവൺമെൻറ് പിടിച്ചു തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ ആ വിസ നടക്കുന്നില്ല. അത് കുറേ കാലമായി. ഇപ്പോൾ അത് നടക്കാത്തതുകൊണ്ടാണ് ഈ വിസ, എന്താ പറയുക, 3 മാസത്തെ ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ, അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സ് സ്റ്റഡി വിസ, ഇതിലോട്ടൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ വിസയിലുള്ള തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാറ്റഗറി തിരിച്ചിട്ട് ഇത് ഇന്ന വിസകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇത് എന്ത് വിസയാണെന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ 3 കൊല്ലത്തെ വിസയിൽ ഞാൻ പറഞ്ഞില്ല, ഹൈലി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വിസ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അതായത് വലിയൊരു കമ്പനി, എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു IT ഫീൽഡിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമൊക്കെ ആയിട്ട് ഇവിടെ ആ ഒരു വിസ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 3 കൊല്ലത്തെ വിസ നേരത്തെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഞാൻ പഴയ എൻ്റെ വീഡിയോയ്ക്കകത്തും പറഞ്ഞാൽ, നിങ്ങൾക്ക് വിസ ചെയ്ത് തന്ന ഏജൻറ്റുമാരോട് തന്നെ ചോദിക്കുക ഈ വിസ അവർക്ക്
3 കൊല്ലം കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇല്ലീഗൽസ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പഴയ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി ഈ 3 കൊല്ലത്തെ വിസയിൽ ഒരുപാട് ചെറുപ്പക്കാരെ, ഒരുപാട് ആൾക്കാരെ കൊണ്ട്, കാരണം ഫേക്ക് ബയോഡേറ്റ കാര്യങ്ങൾ വെച്ചിട്ട് ഇമാതിരി വിസ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും പറ്റിക്കപ്പെട്ടിട്ട് ഇവിടെ കൊണ്ട് 3 കൊല്ലം കഴിയുമ്പോൾ ഇവർ തിരിച്ചു പോകും. വിസയൊന്നും ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനോ എടുക്കാനോ പറ്റുകയില്ല. ഇവർ തിരിച്ചു പോകാന്നുള്ളതല്ല, വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ 4-5 ലക്ഷം രൂപ മുടക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിസകളിലൊന്നും കയറി വരില്ല. നിങ്ങൾ വർക്കിംഗ് വിസയിൽ മാത്രമേ കയറി വരാവുള്ളൂ. കോർട്ട വിസ ഇപ്പോൾ ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കോർട്ട വിസയിൽ മാത്രം കയറി വരിക, അല്ലാതെ വേറൊരു വിസകളിലും കയറി വരാതിരിക്കുക. ഇപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കുമായിരിക്കും, ഇതിപ്പം ഈ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ജോലി ചെയ്യുന്നതിൻ്റെ വിസയുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന്. അതെ, നമ്മൾ പറയാൻ പോകുന്നതിന് ജോലി ഏത് വിസയിലാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. അതാണ് റബോച്ചെ വിസ, അതായത് തുർദവോയ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ്. ഈ വിസയിലാണ് നിങ്ങൾ വരേണ്ടത്. അതായത് ലേബർ വിസ, വർക്കിംഗ് വിസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് 3 മാസമാണ് നമുക്ക് ഇവരിവിടുന്ന് ഇൻവിറ്റേഷൻ എടുത്ത് അയച്ചു തരുന്നത്. ആ ഇൻവിറ്റേഷനകത്തും നമ്മുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് പർപ്പസ് ആണെന്നുള്ള കാര്യം, ഇപ്പം നിങ്ങൾക്ക് അയച്ചു തരുന്ന ഇൻവിറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ വിസ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്കത് മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കാരണം ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പമാവില്ല. അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ വരേണ്ടത് ഈ വിസയിൽ മാത്രമേ വരാനായിട്ടുള്ളൂ, വർക്കിംഗ് വിസയിൽ. അത് ഫസ്റ്റ് 3 മാസത്തെ വിസയാണ് തരുന്നത്. അത് നമ്മുടെ ആ ഇൻവിറ്റേഷൻ വന്നു, നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും എംബസിക്ക് അയച്ചു കൊടുത്തു. എംബസിയിൽ നിന്ന് നമുക്ക് പാസ്പോർട്ടിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. നമ്മുടെ ഫോട്ടോ സഹിതം അതിനകത്തുണ്ടായിരിക്കും. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും തുർദവോയ്, അതായത് ലേബർ വിസ അല്ലെ വർക്കിംഗ് വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിനകത്ത് കാണുന്നത് എങ്ങനെയാണ്, ഈ വിസയാണ് പ്രോപ്പറായിട്ടുള്ള വിസ, ഈ വിസയിൽ മാത്രമേ കയറി വരാവുള്ളൂ. ഇതിന് റഷ്യനിൽ കോർട്ട വിസ എന്ന് പറയും. അതാണിപ്പോൾ ഇവിടെ നമ്മുടെ റഷ്യൻ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ വിസ. നിങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ ഈ വിസയിൽ മാത്രം കയറി വരിക, അല്ലാതെ സ്റ്റുഡൻറ്റ് വിസ, ഇ വിസ, ബിസിനസ് വിസ, പിന്നെ അതുപോലെ 3 മാസത്തെ എന്താ പറയുക ടൂറിസ്റ്റ് വിസ, ഇതിലൊന്നും കയറി വരരുത്. വിസ ചേഞ്ച് ചെയ്യാനോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസോ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇല്ലീഗൽസ് ആയിട്ട് പെട്ടുപോവാണ്. നിങ്ങളെ നാളെ ഇവിടുന്ന് പിടിച്ച് ഡീപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് പോലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ പോകുന്ന പരിപാടിയാണ്. ഈ വിസയൊക്കെ പെട്ടെന്ന് എടുത്ത് തട്ടിപ്പ് നടത്താൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ, അല്ലെ ട്രാവൽ ഏജൻസികളോ വ്യക്തികളോ, ഞാൻ എല്ലാ ട്രാവൽ ഏജൻസികളെയും പറയുന്നില്ല, ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ഈ സംഭവം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കയറി വരേണ്ടത്, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിസയാണോ എന്നുള്ളതിൻ്റെ കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ കയറി വരാനായിട്ടുള്ളതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ്, നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ താമസ സൗകര്യം, ചിലപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി വരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു താമസ സൗകര്യം തരത്തുള്ളതായിരിക്കും, ചിലപ്പോൾ ഒരു ഫുഡിനുള്ള പൈസ തരുമായിരിക്കും. മനസ്സിലായി? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വിസയിൽ മാത്രമേ കയറി വരാവുള്ളൂ. ഞാനീ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോയുടെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതായത് വിസകളുടെ കാറ്റഗറി ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ആര് വിസ തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ട്, അല്ലെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് വിസയാണെന്നറിയാം. വർക്കിംഗ് വിസയിൽ മാത്രം റഷ്യയിലേക്ക് കയറി വരിക. ഞാൻ പറഞ്ഞല്ലോ 3 മാസത്തെ വിസയാണ് അവർ തരുന്നത്. 3 മാസത്തിന് ശേഷം നിങ്ങളിവിടെ കയറി വന്ന് നിങ്ങളുടെ ഫുൾ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി 10 മാസത്തെ വിസ ഇവിടുന്ന് ഗവൺമെൻറ് അടിച്ചു തരും. ഈ വിസകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വീണ്ടും നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വിസ വന്നു നിന്ന് കഴിഞ്ഞോട് നമുക്ക് പി ആർ എടുക്കാനോ സിറ്റിസൺഷിപ്പിലോട്ടോ മാറാൻ വേണ്ടി ഇപ്പം നിലവിൽ റഷ്യയിലെ നിയമമോ കാര്യങ്ങളോ ഒന്നുമില്ല. വരിക, ജോലി ചെയ്യുക, നമ്മുടെ പരിപാടി കാര്യം എത്ര കാലം വേണമെങ്കിലും ജോലി ചെയ്യാം, നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാമെന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.